നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി ഇന്ത്യക്കാരുടെ വിമാനയാത്ര കൂടുതൽ ദ്രുതത്തിലാകുന്ന എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും നടപടിക്കെതിരെ ഗൾഫിൽ പ്രതിഷേധം ശക്തമാകുന്നു. സർവീസുകൾ വെട്ടിക്കുറച്ചും ചൈൽഡ് ഫെയർ നിർത്തലാക്കിയും വിദേശ വിമാന കമ്പനികൾക്ക് കൂടുതൽ സർവീസ് നടത്താൻ അനുമതി നിഷേധിച്ചതുമെല്ലാം ദുരിതത്തിന് ആഴം കൂട്ടി. എയർ ഇന്ത്യ ദുബായ്, ഷാർജ സെക്കുലറിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള സർവീസുകൾ പിൻവലിച്ചതോടെ സീറ്റുകൾ കുറഞ്ഞെന്ന് മാത്രമല്ല, സ്ട്രെച്ചർ സൗകര്യം കൂട്ടി ഇല്ലാതെയായത് രോഗികൾക്കും തിരിച്ചടിയായി. എയർ ഇന്ത്യ നിർത്തലാക്കിയതോടെ സീറ്റ് ഹോൾഡ് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം, കാർഗോ സൗകര്യം ഇവയും നിലച്ചു. ഇതിനെതിരെ സംയുക്ത പ്രതിഷേധ പ്രക്ഷോഭ നടപടികൾ ആരംഭിക്കുമെന്നും വിവിധ സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ നിർത്തലാക്കിയതുമൂലം തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലേക്ക് പോകേണ്ട രോഗികളെ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ ഇറക്കേണ്ട അവസ്ഥയാണ്. ഇത് കൊടും ക്രൂരതയാണെന്നാണ് സാമൂഹിക പ്രവർത്തകർ അഷ്റഫ് താമരശ്ശേരി പറയുന്നത്. പകരം സർവീസ് നടത്തുമെന്ന് പറയുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ സ്ട്രക്ചർ സൗകര്യമില്ല. പിൻവലിച്ച സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് കത്തെഴുതിയതായി അഷ്റഫ് പറഞ്ഞു. എയർ ഇന്ത്യയിൽ 3 മൃതദേഹം വരെ കൊണ്ടുപോയിരുന്നു. എക്സ്പ്രസിൽ ഒരെണ്ണം മാത്രമേ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. മൃതദേഹം കെട്ടിക്കിടക്കാനും ഇതിടയാക്കുമെന്ന് ആയിരക്കണക്കിന് മൃതദേഹം നാട്ടിലെത്തിച്ച അഷ്റഫ് ചൂണ്ടിക്കാട്ടി. മലയാളികളുടെ, പ്രത്യേകിച്ച് മലബാറുകാരുടെ യാത്ര ദുസ്സഹമാക്കുകയും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് UAE KMCC പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ പറഞ്ഞു. കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യയും കൊച്ചിയിലേക്കുള്ള ഡ്രീം ലൈനറും നിർത്തലാക്കിയത് പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യോമയാന മന്ത്രാലയത്തെയും ഇന്ത്യൻ കോൺസുലേറ്റിനെയും സമീപിച്ചിരുന്നു. സ്വകാര്യ കമ്പനി എടുക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാതെ നിവൃത്തിയില്ല എന്നായിരുന്നു മറുപടി. കൂടുതൽ സീറ്റുകൾ വലിയ വിമാനത്തിന് പകരം ചെറിയ വിമാനം ഇടത്തര നിരക്ക് കൂട്ടാനിടയാക്കി. സീസൺ സമയത്തെ നിരക്ക് വർധന കൂടി കണക്കിലെടുത്താണ് അവധിക്കാലത്തെ പ്രവാസികളുടെ യാത്ര കൂടുതൽ ദുരിതപൂർണമാകും. പ്രവാസികളുടെ യാത്രാ പ്രശ്നത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് VP കൃഷ്ണകുമാർ പറഞ്ഞു. നിറയെ യാത്രക്കാരുള്ള സെക്രട്ടറിയൽ സർവീസ് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി തീരുമാനം തിരുത്താൻ മറ്റ് പ്രവാസി സംഘടനകളുമായി ചേർന്ന് അധികാരികൾ സമ്മർദ്ദം ചെലുത്തും. ഇന്ത്യ UAE സെക്ടറിൽ 50,000 സീറ്റ് വർദ്ധിപ്പിക്കണമെന്ന വിദേശ വിമാന കമ്പനികളുടെ ആവശ്യം നിരസിച്ചതും ഖേദകരമാണ്. ഇന്ത്യയിൽ ദേശീയ വിമാന കമ്പനി ഇല്ലാത്ത സാഹചര്യത്തിൽ വിദേശ വിമാന കമ്പനികൾക്ക് കൂടുതൽ സർവീസ് നടത്താൻ അനുമതി നൽകണമെന്നും യാത്രാക്കൂലി പിടിച്ചു നിർത്താൻ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. പ്രവാസികളെ ഒന്നടങ്കം ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് മറ്റ് സംഘടനകളുമായി ചേർന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് അബുദാബി മലയാളി സമാജം പ്രസിഡന്റ് റഫീഖ് കായനി, ജനറൽ സെക്രട്ടറി MU ഇർഷാദ് എന്നിവർ പറഞ്ഞു.